കോമ്പിനേഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. എന്തോ എന്നെ ഇഷ്ടമാണ്. പുകവലി അർബുദത്തിന് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു റിലീസ് മലയാള സിനിമ കാണാനാണ് വന്നിരിക്കുന്നത്. അത് ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ വീണ്ടും ഒരു ലാലേട്ടൻ്റെ സിനിമ റിലീസിന് വന്നിരിക്കുകയാണ്. എന്ത് പറയുക, രാവണപ്രഭു 4K റിലീസ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ടിക്കറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഷോ ഹൗസ്ഫുൾ. അപ്പോൾ സെക്കൻഡ് ഡേ രാവിലെ നോക്കിയപ്പോൾ എന്തായാലും ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറി ഷടയിൽ നിന്ന് 2 ടിക്കറ്റ് എൻ്റെ കൂട്ടുകാരൻ ഞാനും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അപ്പം തന്നെ കയറി വന്നു. അപ്പോൾ എന്ത് പറയുക, ഈ രാവണപ്രഭു എന്നുള്ള സിനിമയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നും ഏഷ്യാനെറ്റ് മൂവീസിൽ എല്ലാ ദിവസം 7 മണിക്ക് വരുന്ന ഒരു മൂവിയാണ്. പക്ഷെ എന്നാലും ആ മൂവി കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇതൊന്നും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിലോ എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ 4K കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4K എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും എൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഞാൻ ചില രംഗങ്ങളൊക്കെ ഇടാൻ നോക്കാം. കോപ്പിറൈറ്റ് വീഴുന്നതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് രംഗങ്ങൾ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം. അത് കോപ്പിറൈറ്റ് വീണാൽ മിക്കവാറും ഡിലീറ്റ് ആയി പോകും. എന്നാലും മാക്സിമം ആ രംഗങ്ങൾ ചേർക്കാൻ നോക്കാം. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു കിടിലൻ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ ഒരു ഡബിൾ റോളിൽ വരുന്ന ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ളൊരു ആ ക്യാരക്ടറിനെ കാണാൻ ഞാൻ മെയിൻലി വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡബിൾ റോളിൽ വരുന്ന ഫേസ് ടു ഫേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് സിനിമ കാണുമ്പോൾ പോലും ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ വീണ്ടും ഒരു റിലീസ് പോലെ ഇറക്കിയെങ്കിലും ഒന്ന് കാണാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മോർണിംഗ് ഷോ തന്നെ വന്ന് കണ്ടുള്ള, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ നമുക്കിനി ഷോ തുടങ്ങിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് തന്നെ വീണ്ടും ഏരിയസ് പ്ലക്സിൽ ഓഡിയവണിൽ ഞാൻ കയറിയിരിക്കുകയാണ്. എന്ത് പറയുക, ഇന്ന് ഓഡിയവണിലാണ് ഷോ നടക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം പറഞ്ഞു ഫുൾ ഇളകി മറിയായിരുന്നു. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ നിൽക്കാൻ പറഞ്ഞു. അത്രയും രീതി അങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്നാലും ഫുൾ ഇളകി മറിയായിരുന്നു എന്ന് പറഞ്ഞത് ഇന്നലത്തെ ഫസ്റ്റ് ഷോ. അപ്പോൾ എന്തായാലും ഈ ഷോയും ഹൗസ്ഫുള്ളാണ്. മിക്കവാറും ആ തകില് പുകില് പാട്ടൊക്കെ ഫുൾ ഇളകി മറിയുമായിരിക്കും. ഞാൻ മാക്സിമം അതിൻ്റെ ക്ലിപ്സൊക്കെ ഇടാൻ നോക്കാം. പാട്ടായതുകൊണ്ട് എനിക്കൊരു പേടിയാണ്, കാരണം ഒരു കോപ്പിറൈറ്റ് വീണാൽ പണിയാവും. അതുകൊണ്ട് ഞാൻ മാക്സിമം നോക്കാം. അപ്പം നമുക്കിനി സിനിമ തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പുകവലി മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി എന്തോ എന്നെ ഇഷ്ടമാണ്. അങ്ങനെ കേസ് ആ പടം ഇൻ്റർവെല്ലായിരിക്കും. എന്ത് പറയും, ഇതിൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങളെല്ലാവരും ഈ മൂവി കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ ഉൾപ്പെടെ ടി വിയിൽ ഏഷ്യാനെറ്റ് മൂവീസിലെല്ലാം ശനിയും ഞായറും ഏതെങ്കിലും ശനിയും ഞായറും 7 മണിക്ക് ഈ മൂവി ആയിരിക്കും, രാവണപ്രഭു 7 മണിക്ക്. അപ്പോൾ എന്തായാലും ഈ മൂവി ഞാൻ ഫുള്ള് ഇരുന്ന് കാണുന്നത് ഇന്നാണ്. കാരണം ഞാൻ ടി വിയിലാണെങ്കിൽ പരസ്യം വരുമ്പോഴൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അങ്ങനെ ഫുള്ളിരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആ ഫുള്ള് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുള്ള് കാണും, പക്ഷേ ഒറ്റ ഇരിപ്പിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് പരസ്യമൊക്കെ വരുമല്ലോ ടി വിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി അങ്ങനെ വേറെ വെക്കൊണ്ടുള്ള രീതിയിൽ ആ ഫുള്ളിരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഫുള്ള് സിനിമ കാണാനൊരു അവസരം കിട്ടി. എന്തായാലും ഗംഭീരം എന്ന് തന്നെ പറയാം. 4K അറ്റ്മോസ് ഗംഭീരം, വിഷ്വൽ ക്വാളിറ്റിയൊക്കെ ഗംഭീരം എന്ന് തന്നെ പറയാം. 4K ആക്കിയപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടി. അതാണല്ലോ 4K എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാലും ചില രംഗങ്ങൾ നമുക്ക് ഫൈറ്റ് സീനൊക്കെ കാണിക്കുമ്പോൾ ക്യാമറ പോകുമ്പോൾ ചെറിയൊരു ബ്ലർ ഫീൽ ചെയ്യും. അത് 4K 2000 ഇറങ്ങിയ സിനിമയില്ല. അപ്പോൾ അത് 4K ആക്കുമ്പോൾ അതിനായിട്ടുള്ളൊരു ഇത് കാണുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൗണ്ടൊക്കെ നല്ല രീതിയിൽ 4K ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ മോശമൊന്നും എനിക്ക് തോന്നിയില്ല സൗണ്ടില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് അതിൻ്റെ രംഗങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഞാൻ മാക്സിമം കോപ്പറേറ്റ് വരാതിരിക്കാൻ നോക്കാം. വന്നാൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും രംഗങ്ങളൊക്കെ ഇട്ട് നോക്കാം. പക്ഷേ എങ്ങാനും കോപ്പറേറ്റ് വീണ ഞാൻ ഏതാ കോപ്പറേറ്റ് വീഴുന്നതെന്നുള്ളൊരു സീൻ ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ
നമുക്കിനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. വടകറി കുട്ടാമ്പാറ് ജാങ്കറി സോമ്പപ്പടി അത് വലിയ കുറവാകും കുട്ടിയെ. ഓ ഗൈസ് അങ്ങനെ പടം ഫുൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുക, ഫുൾ ഡാൻസ് ആയിരുന്നു. ഇതേപോലെ തന്നെ തകില് പുകിലും ആ ഒരു ഫുൾ പാട്ടും ഇതിനകത്തുള്ള 3 പാട്ട്, ആ അറിയാതെ എന്നുള്ളൊരു പാട്ട് ഒഴിച്ച് ആ 2 പാട്ട് ഫുൾ ഇളകി മറിയായിരുന്നു തിയേറ്റർ മൊത്തം. ഈ ഏരിയസ് എനിക്ക് തോന്നുന്നു സ്റ്റാഫ്സ് മൊത്തം അകത്ത് കയറി വന്നു ഇവരെ ഈ ഡാൻസ് കളിക്കുന്ന ആരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചിലവർ ഈ ഡാൻസ് കളിച്ച് സ്ക്രീനിൻ്റെ അവിടെയൊക്കെ പോയി ഡാൻസ് കളിക്കുക. അപ്പോൾ അത് സ്ക്രീനിന് തട്ടിയത് കേടാണ് സ്ക്രീനിന്. അപ്പോൾ അവിടെ പോയിരിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഫുൾ ഏതാണ്ട് 5-6 സ്റ്റാഫ്സ് വന്ന് നിയന്ത്രിച്ച്. അവരെന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാൻ സമ്മതിച്ചില്ലെന്നല്ല, പക്ഷേ ആ സ്ക്രീനിൻ്റെ അവിടെ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു തട്ടുണ്ടല്ലോ, അവിടെ കയറി ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ സ്ക്രീനിൻ്റെ അവിടെ ഡാൻസ് കയറി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തത്. അത്രയും ഇളകി മറിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചോട്ടാ മുംബൈക്ക് പോലും ചോട്ടാ മുംബൈയുടെ ആ ഒരു ഡാൻസിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു റീ റിലീസ് നോക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചോട്ടാ മുംബൈ ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇതും കൊള്ളൂലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാട്ടും കുറേ മാസ് സീനുമാണ്. പക്ഷേ ചോട്ടാ മുംബൈ എനിക്ക് ഫുൾ ഓൺ പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ്റെ 2 മോഹൻലാലിൻ്റെ സിനിമയാണ്. എന്നാലും എനിക്ക് ഒരു പിടി കൂടുതൽ 4K റീ റിലീസ് ഇഷ്ടപ്പെട്ട ചോട്ടാ മുംബൈയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇതിനേക്കാട്ടിലും ബഹളമായിരുന്നു. അതിനകത്ത് ഫുൾ എല്ലാം ഓരോ സീൻ വരുമ്പോഴും ഓരോ കോമഡി സീൻ വരുമ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് ചെയ്യുന്നത് കൈയടിയായിരുന്നു. ഇതും അതുപോലെ തന്നെ, പക്ഷേ അത് ഒരു പിടി മേളിലായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ചോട്ടാ മുംബൈ. ഇതും മോശമില്ലെന്നല്ല പറഞ്ഞാൽ, ഇതും നല്ല ബഹളമായിരുന്നു. ആൾക്കാർ ഫുൾ വിസിലടിയും ക്ലാപ്പടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സിനിമ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണാം. ഇനി വരുന്ന ഏതെങ്കിലും ഒരു മൂവിയുടെ റിവ്യൂ ഇടാൻ നോക്കാം. ഞാൻ എല്ലാ മൂവീസും അങ്ങനെ കാണത്തില്ല. നല്ല ഏതെങ്കിലും മൂവി വരുമ്പോൾ കാണാൻ തോന്നുമ്പോൾ അങ്ങനെ കാണാൻ പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കിനി അടുത്ത് റീ റിലീസ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ CID മൂസ, റൺവേ, അങ്ങനത്തെ എനിക്ക് ദിലീപ് ഫാനാണ്. അപ്പോൾ എനിക്ക് ഈ 2 മൂവി ഒന്ന് റീ റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഫുള്ളായിരുന്നു ഷോ, കണ്ടില്ല, ഇത്രയും ബൈക്ക് ഉണ്ട് ഓഡിയോണിൽ തന്നെ. ഇതുപോലെ തന്നെ കാറുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്.